2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. അഞ്ചലിൽ ഭിന്നശേഷിക്കാരായ ദമ്പതികളുടെ വീട്ടിൽ കയറി ആക്രമണം. ഉപജീവനമാർഗമായ പശുവിനെ മാരകായുധം കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു. കൊല്ലം അഞ്ചൽ മധുരപ്പയിൽ ഭിന്നശേഷിക്കാരായ ദമ്പതികളെ വീട് കയറി ആക്രമിക്കുകയും ഇവരുടെ ഉപജീവനമാർഗമായ പശുവിനെ മാരകായുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി. സ്ഥിരം കുറ്റവാളികളും നിരവധി മോഷണ കേസുകളിലെ പ്രതിയുമായ സജാദാണ് ആക്രമണം നടത്തിയത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത്. അഞ്ചൽ മധുരപ്പായത്തിൽ അജി ഭവനിൽ ദമ്പതികളായ അജി, ഭാര്യ ലളിത എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അജിക്ക് കേൾവിശക്തിയും സംസാരശേഷിയുമില്ല. അജിയുടെ ഭാര്യ ലളിത വികലാംഗയാണ്. രാത്രി ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന മാരകായുധങ്ങളുമായി ദമ്പതികളെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ട് ഭയന്ന അജിയും ഭാര്യ ലളിതയും കുഞ്ഞുമായി ഓടി വീടിനുള്ളിൽ കയറി വാതിലടച്ചു. തുടർന്ന് അക്രമാസക്തനായ സജീദ് വീടിന്റെ കതക് ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുകയും ജനാലകൾ അടച്ച് തകർക്കുകയും ചെയ്തു. തുടർന്ന് ആക്രമി സജാദ് തൊഴുത്തിൽ കെട്ടിയിരുന്ന ഇവരുടെ പശുവിനെ കയ്യിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. സാജിദ് എന്ന് പറയുന്നൊരു ചെറുകൻ, അവൻ്റെ പേര് ഞങ്ങൾ നേരത്തെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കുള്ള വീട്ടിൽ വന്ന് മൊബൈൽ അടിച്ചുകൊണ്ട് പോയ പേര് അവൻ്റെ പേര് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 1 വർഷത്തിക്കുള്ളിലായി. അത് കഴിഞ്ഞ് ഓണത്തിന് 2 ദിവസം മുമ്പ് അവൻ വന്ന് എൻ്റെ വണ്ടി അടിച്ചു പൊട്ടിച്ച ഒരു കേസും സ്റ്റേഷനിലുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രതികാരമായിട്ട് അവൻ ഇന്നലെ വീണ്ടും ഈ വീടിൻ്റെ വട്ടം കടന്ന് കറങ്ങി ചീത്ത വിളിക്കുകയും ചെയ്ത് പിന്നെ വീടിൻ്റെ അടുക്കള ഒരുപാട് അടിക്കുകയും ഈ ജനലുകളെല്ലാം ഇട്ട് അടിക്കുകയും. അത് കഴിഞ്ഞ് പശു ഇവിടെ കരയുന്നൊക്കെ കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴത്തേക്ക് പോലീസിനെയും നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. ഒരു 7:30 ആയപ്പോൾ. അത്ര 7:30 ആയപ്പോൾ. അത് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവ ഇവിടുന്ന് ഇറങ്ങി ഓടി പോയി. ഇച്ചിരി കഴിഞ്ഞ ആൾക്കാർ ഇവിടെ നിന്നപ്പോൾ തന്നെ അവ ഒന്നും കൂടെ വന്ന് വീണ്ടും അവരെടുത്തിട്ട് അടിക്കാനും പിടിക്കാനൊക്കെ ഓടിച്ച. പക്ഷെ അവനെ കിട്ടിയില്ല. അവൻ അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ നോക്കിയപ്പം പശുവിൻ്റെ പിന്നെ കുടലും എല്ലാം പുറത്ത് ചാടിയ നിലയിൽ നിൽക്കുമായിരുന്നു. അവൻ പശുവിനെ വെട്ടയോ കുത്തയോ ഒക്കെ ചെയ്ത് അതിൻ്റെ കുടലെല്ലാം. ആക്രമണത്തിൽ പശുവിന്റെ കുടൽമാല ഉൾപ്പെടെ പുറത്തു വരികയും പശുവിന്റെ ആമാശയത്തിന് ഉൾപ്പെടെ ഗുരുതരമായ മുറിവ് സംഭവിക്കുകയും ചെയ്തു. ബഹളം കേട്ട് പ്രദേശവാസികൾ ഓടിയെത്തിയതോടെ ഇയാൾ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് അഞ്ചൽ പോലീസും സ്ഥലത്തെത്തി. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രതി സജാദ് ഈ വീടിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു. അന്ന് വികലാംഗയായ ലളിതയുടെ മുച്ചക്ര വാഹനം തകർക്കുകയും ഈ വീട്ടിലുണ്ടായിരുന്ന മൊബൈൽ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുകയും ചെയ്തിരുന്നു. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ കൊല്ലം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പ്രതി സജാദിനെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഞ്ചൽ കരുക്കോണിലെ ഒരു വീട്ടിൽ കഞ്ചാവ് അന്വേഷിച്ചെത്തുകയും ലഭിക്കാതെ വന്നതോടെ ഈ വീട്ടിലെ സ്ത്രീയുടെ തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്തിരുന്നു. ആയിരിക്കാം. ഞങ്ങളെ ഇവിടെ വട്ടം കിടന്നാവും ചീത്ത വിളിക്കുമായിരുന്നു. കഥ അടുക്കള കഥവെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് അത് തുറക്കാൻ പറ്റാഞ്ഞ് ഈ കിടന്ന ജനലിലെല്ലാം അടിച്ച് പൈപ്പൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. അതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് ആ പശുവിനെ ഉപദ്രവിച്ചത്. കേസെടുത്തായിരുന്നു, അറസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ വീണ്ടും അവൻ ജാമ്യത്തിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ്. പോലീസ് വന്നപ്പോ അവനെ ഇവിടെയൊക്കെ തിരക്കി കിട്ടിയില്ല. പോലീസ് പോയി. അതേസമയം സജാദിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ പശുവിന്റെ നില ഗുരുതരമാണെന്ന് വെറ്റിനറി ഡോക്ടർ വിലയിരുത്തി. എന്നാലും തുടർ ചികിത്സകൾ തുടർന്നു വരികയാണ്. പ്രതി സജാദിനെ പിടികൂടി നിയമത്തിന് മുൻപിൽ എത്തിച്ച് പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ പോലീസ് തയ്യാറാകണമെന്ന് ദമ്പതികളും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.